ഉള്ളതോർത്ത് ദൈവത്തിന് പുറത്തേക്കാം. ദമ്പതികളെ അനുഗ്രഹിക്കുന്നത്, കുടുംബ ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും കർത്താവ് നൽകി മാനിക്കേണ്ടത് ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യം കുറിച്ച് ദൈവകരങ്ങളിലേക്ക് നമുക്കായിരിക്കാം. ഈ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുക. കുടുംബജീവിതത്തിൽ ദൈവിക അടിവ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയുന്ന ശുശ്രൂഷയാൽ ആദ്യമുള്ള ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമായി ഹൃദയത്തോടെ അക്കരം ഉയർത്തിപ്പിടിച്ച് ആത്മാർത്ഥ ഹൃദയത്തോടെ എല്ലാവരും ഹല്ലേലൂയ സ്തുതി സ്തോത്രയാഗങ്ങൾ അല്പനിമിഷം അർപ്പിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷമാകട്ടെ. ഇവിടെ ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. ദൈവാത്മാവിന്റെ സാന്നിധ്യം മുകളിൽ ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവർക്ക് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you Lord. 1 Corinthians 13 ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്വർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു,
ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ നാം അറിയപ്പെടുന്നത് പോലെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹിക്കാൻ പഠിപ്പിച്ച അരുമനാഥന്റെ സന്നിധിയിൽ ഇന്ന് ഈ വാത്സല്യ കുഞ്ഞുങ്ങൾ വിവാഹത്തിലാകുന്നു. സർവശക്തനായ ദൈവം ഇവരെ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അറക്കുളം പാസ്റ്റർ ജെയിംസ് ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. എല്ലാവർക്കും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഈ സ്റ്റേജിലായിരിക്കുന്ന നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശീർവദിക്കേണ്ടതായിട്ട് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. തലവേദനക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മഹനീയ സാന്നിധ്യ നിമിഷങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തിരുസന്നിധിയിൽ വരികയാണ്. ഇന്നിവിടെ നടക്കുന്ന വിശുദ്ധ ശുശ്രൂഷകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈയേറ്റുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകലിലൂടെ ഇറങ്ങിയതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഏതൻ പരദീസയിൽ ഇറങ്ങി വന്ന അതേ ദൈവം ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളറകളിൽ അവിടുത്തെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ആദരണീയരായ കർത്തൃദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ ഉടമ്പടിയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഭൂമിയിലെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന പകലാക്കി തീർക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃപാദരുടെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തന്റെ സാന്നിധ്യം ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മാനവും മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു മശിഹായുടെ നാമത്തിൽ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. കർത്താവിന്റെ മാധുര്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അടുത്തു വരുവാൻ സ്വർഗത്തെ ദൈവം ഇടയാക്കിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. വേങ്ങച്ചേരി വീട്ടിൽ ബേബി ജെയിംസിൻ്റെയും ലിസമ പീറ്ററിൻ്റെയും മൂന്ന് മക്കളിൽ മൂത്ത മകനായ ജസ്വിൻ ജെയിംസ് ബേബി ജനനം സൗദി അറേബ്യയിൽ, പഠനവും സൗദി അറേബ്യയിൽ തന്നെ. 10ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് 12ാം വയസ്സിൽ സ്നാനപ്പെട്ട് ഗ്രാജുവേഷൻ ആൻഡ് തിയോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം തന്നെ താൻ UK എടുപ്പാൻ തക്കണം ഇടയായി തീർന്നു. ഇപ്പോൾ ദ മൗണ്ട് ചർച്ച് ബ്രിസ്റ്റോളിൽ അസിസ്റ്റന്റ് പാസ്റ്ററായി കർത്തൃ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. സഹോദരങ്ങൾ ജൂലി യൂസ്റ്റർ ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. ജെറി കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ BSc മാത്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നെല്ലിവിള ഗിൽഗാൽ വീട്ടിൽ പാസ്റ്റർ തോമസ് എബ്രഹാമിന്റെയും സൂസമ്മ തോമസിന്റെയും 2 മക്കളിൽ ഇളയവൾ ആയ ഫിബി തോമസ് കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ ജനിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഗ്രാജുവേഷൻ കോയമ്പത്തൂരിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ തിയോളജി ചങ്ങനാശ്ശേരിയിലുമായി പൂർത്തീകരിച്ച് 12ാം വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട നാളിതുവരെയും കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. അതിനായി ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇവരെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇവിടെ കടന്നു നിന്നിരിക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജസ്മിൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പാസ്റ്ററെ പെട്ടെന്ന് പരിപാടി ഒന്ന് തീർത്തു തരണേ എന്നുള്ള ചിന്താഗതിയിലാണ്. ഫിബി, നിങ്ങളെയാണ് ഞങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ട് വെൽക്കം ചെയ്യാനുള്ളത്. നിങ്ങളാണ് ഇന്ന് ഞങ്ങളിവിടെ കടന്നു വരുവാനൊക്കെ കാരണമായി തീർന്നത്. നിങ്ങളെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഞാൻ പ്രത്യേകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ ആശീർവദിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വെളിപ്പെടുദാസൻ, അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടായി ദീർഘകാലങ്ങൾ സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ പുനലൂരുള്ള ബെതൽ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, ഞങ്ങളുടെയൊക്കെ അധ്യാപകൻ പ്രിയ KJ മാത്യു സാർ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെ നമ്മുടെ കുടുംബമായി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. തന്നെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് തൊടുപുഴ സെക്ഷന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് കോശി അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാനായി ഇന്ന് ഇവിടെ ആഗതനായിരിക്കുന്ന പാസ്റ്റർ PJ ജെയിംസ് അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ ഓവർസിയറായി, കേരള സ്റ്റേറ്റിന്റെ ഓവർസിയറായി സേവനമനുഷ്ഠിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസൻ ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. തന്നെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഫിബിയുടെ ചർച്ചിലെ പാസ്റ്റർ ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദാസൻ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ പാസ്റ്റർ ഷിബു മത്തായി, ജസ്മിന്റെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ സീനിയർ പാസ്റ്ററാണ്. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ജസ്മിന്റെ മാതാപിതാക്കൾ, അപ്പോൾ തന്നെ ജസ്മിന്റെ വല്യപ്പൻ, വല്യമ്മ, മറ്റ് സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജസ്മിന്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിബിയുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ചർച്ചക്കാരായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും, പാസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ മഹത്വങ്ങളായി ദേശത്ത് പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. നിങ്ങളെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഇരുമൗനക്കാരുടെയും ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആരെയും ഇനി പേര് പറയുന്നില്ല, എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം എന്നുള്ളത് സന്തോഷത്തിന്റെ ദിവസമാണ്. പലരുടെയും ഇരിപ്പ് കണ്ടാൽ വളരെ പിരി മുറുകിയ ഒരു സാഹചര്യത്തിൽ വല്ലാതെ ശ്വാസവും വിടാതിരിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇരുന്നെന്ന് തോന്നുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, സന്തോഷിക്കാനുള്ളതായ സാഹചര്യമാണ്. അതുകൊണ്ട് വേറെ ദൈവമക്കൾക്കറിയാം, എല്ലാ ജീവിതങ്ങൾക്കും അറിയാം, വിവാഹം സന്തോഷമാണെങ്കിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ തുടർന്നായിരിക്കാം. ഈ സമയം ഗായക സംഘം പാട്ട് പാടുന്നതായി.